ഹായ് ഓൾ. സോ മക്കളെ +2 എക്സാംസ് കഴിഞ്ഞ് എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്നറിയാം. സോ നമ്മളെ സംബന്ധിച്ച് +2 കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജ് എടുക്കണം, സ്റ്റിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇനി എല്ലാവരും ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം അതാണ്, ഇനി എന്താണ് പ്ലാൻ? +2 കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ എന്നാണ് ചോദിക്കുക. നമ്മളെ സംബന്ധിച്ച് ഇത്രയും കാലം എന്ന് പറയുന്നത് 10th വന്നു, +1ലേക്ക് വന്നു, അത് കഴിഞ്ഞ് +2ലേക്ക് വന്നു, ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ +2 കഴിഞ്ഞപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇനി പഠിക്കുന്ന കോഴ്സാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്യുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കണമെന്നും ഏത് കോഴ്സ് എടുക്കണമെന്നും തീരുമാനിക്കുന്നത് ആ ഒരു എൻട്രൻസ് എക്സാമുകൾ തന്നെയാണ്. അപ്പം എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ നീറ്റും ജെയും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നീറ്റും ജെയും മാത്രമല്ല, കീം അതേപോലെ ക്യുവറ്റ് എക്സാംസും എല്ലാം നിങ്ങൾ കാത്തിരിക്കുവാണ്. സോ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതുവരെ എഴുതിയിരിക്കുന്ന ബോർഡ് എക്സാം എന്ന് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഇത്രയും കാലം എഴുതിയിരിക്കുന്ന സ്റ്റെപ്സിനുള്ള 1 മാർക്ക്, 2 സ്റ്റെപ്പ് എഴുതിയാൽ 2 മാർക്ക്, ആ പരിപാടികളൊന്നും എന്തില്ല എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, മോക്ക് എക്സാംസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ നമുക്ക് അത്രയും ഗംഭീരമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റിനായിട്ടൊന്നും മാറ്റി വെക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ക്രാഷ് കോഴ്സിലൂടെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷനിലും ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മിസ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. സോ നിങ്ങൾ എല്ലാവരും മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലാതെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? കീം ക്രാഷ് കോഴ്സ് ആണ്. ഇതൊന്നും അല്ലാതെ ഇന്ത്യയിലെ മറ്റ് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി ക്യുവറ്റിന്റെ ക്രാഷ് കോഴ്സ് തന്നെയായിരിക്കും. സോ ഇനി ഒട്ടും വൈകേണ്ട ആവശ്യമില്ല മക്കൾ, ഇത്ര മാത്രം ചെയ്യുക. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ കീമിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക, ഓടി വരിക. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണാം.